നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഹെയർ കെയർ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഒരു ദിവസത്തെ ഹെയർ കെയർ റുട്ടീൻ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ഒരു ദിവസത്തെ ഹെയർ കെയർ റുട്ടീൻ നമ്മൾ ഏറ്റവും ആദ്യം മുതൽ ഏറ്റവും അവസാനം വരെ എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാം കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ അപ്പോൾ അതിൽ ഹോം മെയ്ഡ് ഷാമ്പൂ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് 100% നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് ഷാമ്പൂ മേടിക്കാൻ കിട്ടുന്ന ഷാമ്പൂ ഉണ്ട്, അതുപോലെ തന്നെ ഹോം മെയ്ഡ് കണ്ടീഷണർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മേടിച്ച് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനത്തെയും കണ്ടീഷണർ ഉണ്ട്. അതേപോലെ എങ്ങനെയാണ് നമ്മൾ ഹെയർ ഓയിലിംഗ് റുട്ടീൻ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ വരാതിരിക്കാനും ഉണ്ടെങ്കിൽ മാറാനും പിന്നെ മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്ട്രോങ് ആൻഡ് അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വളരാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു റുട്ടീനാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാനൊരു സ്റ്റീമിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ആദ്യത്തെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ സ്റ്റീമിങ് അങ്ങനെ എല്ലാ ആഴ്ചയും ചെയ്യുമ്പോൾ അത് ഡാമേജ് ആണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ മന്ത്ലി വൺസ് ചെയ്യുന്ന നല്ലതെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സ്റ്റീമിങ് ഒക്കെ റുട്ടീൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് വീക്കിലി നമുക്ക് സ്റ്റീമിങ് ചെയ്യണത് വളരെ നല്ലതാണ്. മുടിയുടെ റൂട്ട്സിലൊക്കെ നമ്മൾ ഓയിലൊക്കെ നന്നായിട്ട് പോയിട്ട് നമുക്ക് ആ ഒരു മുടിക്ക് കൂടുതൽ കരുത്തും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റുട്ടീനാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുടി എങ്ങനെയാണ് കോംബ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നമ്മൾ മുടി ഓയിലിംഗ് ചെയ്യണതിന് മുമ്പ് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു സ്റ്റെപ്പാണ് കോംബിംഗ് എന്നുള്ളത്. അതായത് മുടി നന്നായിട്ട് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ഏത് രീതിയിൽ ചെയ്യാലാണ് മുടിക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, മുടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കാണാം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. നമ്മൾ ഇന്നിപ്പോൾ തല കഴുകാൻ ഉദ്ദേശിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന ദിവസം ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ വലിയ പല്ലുള്ള ചീർപ്പെടുക്കുക. എന്നിട്ട് ഇതുമാതിരി നിന്നിട്ട് നമ്മൾ ജട കളയാതെ നമ്മൾ മുടി നേരെ താഴത്തേക്ക് ഇടുക. അതായത് മുടി തല കുനിഞ്ഞ് നിന്നിട്ട് നമ്മൾ ജട കളയുക. അപ്പോൾ ജട കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എണ്ണ തേക്കുന്നതിന് മുമ്പ് എന്തായാലും ജട കളയണം. അപ്പോൾ നമ്മൾ മുടിയുടെ കഴുത്തിൻ്റെ ഭാഗമില്ലേ അവിടെ നിന്ന് നമ്മൾ നേരെ താഴത്തേക്ക് ഇങ്ങനെ ചെയ്യി കൊടുക്കുക. എൻ്റെ മുടി ഇപ്പോൾ വാഷ് ചെയ്യാറായിട്ടുണ്ട്, കാരണം നന്നായിട്ട് ഇങ്ങനെ പിടിച്ചാൽ കിടക്കണം. അതായത് നമ്മൾ 2 ദിവസമായി വാഷ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ എണ്ണ പിടിച്ചിട്ട് എനിക്ക് കുറേശ്ശെ ഒരു ജലദോഷം പനിയും കാര്യങ്ങളൊക്കെ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ 2 ദിവസം തല കഴുകിയില്ല. ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഒന്നിട്ട് കഴുകാറുണ്ട്, കാരണം പെട്ടെന്ന് ഓയിലി ആവുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടൊക്കെ എടുക്കണം മുടി ഇങ്ങനെ എണ്ണ മാതിരി. അപ്പം നന്നായിട്ട് ജട നന്നായിട്ട് കളയാട്ടോ. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു റുട്ടീനിൽ കേട്ടോ ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓയിലിംഗ് ആണ്. ഓയിലിംഗ് നമുക്കറിയാലോ ഏത് രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് താല്പര്യമുള്ള ഓയിൽ എടുക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം, നമുക്ക് സ്യൂട്ട് ആവണത്. അപ്പോൾ ആ ഓയിലിംഗ് നമുക്ക് എങ്ങനെയാണ് ചെയ്താൽ കൂടുതൽ റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതാണ് നമ്മൾ രണ്ടാമത് നമ്മൾ ആ ഒരു എൻ്റെ ഒരു ഡെയിലി മീൻസ് നമ്മുടെ തല കഴുകുന്ന റുട്ടീനിൽ രണ്ടാമതായിട്ട് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഏത് ഹെയർ ഓയിൽ വേണമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നത് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യണത് നമ്മുടെ തന്നെ നിലാസ് ഹെർബ്സിൻ്റെ ഹെർബൽ ഹെയർ ഓയിൽ ആട്ടോ നമ്മൾ ഉപയോഗിക്കണം. ഹെയർ ഗ്രോത്തിനും പിന്നെ ഗ്രേ ഹെയർ ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഡാൻഡ്രഫിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. 5 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ജെൻസിനും ലേഡീസിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റണം നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ഓയിൽ കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണ തേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നന്നായി നമ്മുടെ എണ്ണ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കണം. ഷെയ്ക്ക് ചെയ്ത് നമ്മൾ നിറയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ വിരലിൻ്റെ തുമ്പുകൾ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ പോർഷൻ നമ്മളിങ്ങനെ വകഞ്ഞെടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഈ നെറ്റ് കയറുക, പിന്നെ നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്തുനിന്ന് മുടി കുറച്ച് ഇങ്ങനെ കുറഞ്ഞു വരില്ല, അതായത് ഉള്ളു കുറയുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യും കുറയാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മുടെ കഴുത്തിൻ്റെ അവിടെ തുടങ്ങിയിട്ട് മുടി ഇതുപോലെ താഴത്തേക്ക് ഇട്ടിട്ട് ഓരോ പോർഷനും മെയിനായിട്ട് നമ്മുടെ റൂട്ടിലാണ് നമ്മുടെ വിരലുകൾ എത്തേണ്ടത്. താഴത്തേക്ക് അധികം എത്തിയില്ലെങ്കിൽ റൂട്ടിലെത്താം. റൂട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നിന്നാണ് മുടിക്ക് തിക്ക് വയ്ക്കുന്നതും മുടി കൂടുതൽ റീഗ്രോത്ത് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചിട്ട് വേണം ജസ്റ്റ് നമ്മൾ ഇതുപോലെ കെട്ടിവെക്കാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം കേട്ടോ.
മൂന്നാമതായിട്ട് ഞാനിപ്പോൾ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത കാര്യമാണ് സ്റ്റീമിങ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ മുടി നമുക്കൊരു സ്റ്റീമിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മുഖത്ത് നമ്മൾ ആവി കൊള്ളിക്കുമ്പോൾ നമ്മുടെ പോൾസ് ഒക്കെ ഓപ്പൺ ആയി അതിൽ അഴുക്കൊക്കെ പോയി നമ്മുടെ മുഖം നല്ല തിളക്കവും അതുപോലെ തന്നെ ഹെൽത്തി ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് പണ്ട് മുതലേ നമുക്ക് അറിയണ കാര്യം. അതേപോലെ തന്നെയാണ് മുടിക്കും. പക്ഷെ എനിക്കൊരു കുഞ്ഞൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമുക്ക് ആഴ്ചയിൽ സ്റ്റീമിങ് ചെയ്യണം കുഴപ്പമാണോ അത് അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് നമുക്ക് വരില്ല. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചറിഞ്ഞപ്പോൾ സംഭവം നല്ലതാണ്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്റ്റീമിങ് ചെയ്യണം. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനല്ല, നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നവരും അങ്ങനെ പുതിയൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ എണ്ണ തേക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റീമിങ് കൊടുക്കുന്ന 2-3 പ്രാവശ്യമായിട്ട് നമ്മളിങ്ങനെ സ്റ്റീമിങ് ചെയ്യുക. അപ്പൊ അതാണ് നമ്മൾ മൂന്നാമതായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ, വലിയൊരു പാത്രത്തിൽ ഇതുപോലുള്ള ടവലിട്ടോ, ഇത് മൈക്രോ ഫൈബറിൻ്റെ ടവലാണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ഒപ്പം തന്നെ നമ്മൾ ചൂടുവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം, അത്യാവശ്യം തിളച്ചിട്ടുള്ള വെള്ളം. അത് നന്നായിട്ട് കുറേ നേരം ചൂട് നിൽക്കും കേട്ടോ, അതും കൂടി നല്ലൊരു ബെനിഫിറ്റ് ആണ്. അത് കുറച്ച് നേരം നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ചൂടിൽ വെക്കരുത്, നമ്മൾ തലയിൽ വെക്കരുത്. കുറച്ച് നേരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചിട്ടാൽ അതിൻ്റെ ചൂട് കുറയും. അപ്പം നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന ഒരു ചെറിയ ഇളം ചൂടില്ല, ആ ചൂടിൽ നമ്മൾ വേണ്ടത് ഈ ടവല് നമ്മുടെ മുടി നമ്മൾ കെട്ടിവെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റൊക്കെ നമുക്ക് എണ്ണ തലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. വേണമെങ്കിൽ ടൈം ഇല്ലാത്തവർക്ക് എണ്ണ തേച്ച് അപ്പം തന്നെ ഈ പ്രോസസ്സും ചെയ്യാം. അത് നമ്മുടെ താല്പര്യം സമയം അതിനനുസരിച്ചിട്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് നേരം വെച്ചു എണ്ണ തേച്ചിട്ട്, അതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഈ ചെറു ചൂടല്ല, അത്യാവശ്യം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചെറിയൊരു ചൂടുണ്ട്. ആ ചൂടിൽ നമ്മുടെ മുടി ഇതുപോലെ എല്ലാം നമുക്ക് ഈ ഒരു അത്യാവശ്യം വലിയ ടവൽ എടുക്കാം കേട്ടോ. അപ്പം മുടിയുടെ അറ്റം വരെ ടവലിൻ്റെ ഉള്ളിൽ സെക്യൂർ ആയിട്ട് ഇങ്ങനെ ഇരിക്കും, അവിടെ ഇവിടെയൊക്കെ അങ്ങനെ പോവാതെ കേട്ടോ. കുറച്ച് നേരം വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇപ്പം ഈ ടവലാവുമ്പോൾ 2 തവണയൊക്കെ മതി. നമ്മൾ സാധാരണ തോർത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചൂട് പോവും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 3 തവണയൊക്കെ ചെയ്യണം. ഇതാവുമ്പോൾ 2 തവണ വീണ്ടും നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല മുടിയുടെ ഓരോ റൂട്ടിലും നമുക്ക് മുടി റീഗ്രോത്ത് ചെയ്യാനും മുടിക്ക് നല്ല അഴുക്കൊക്കെ മാറി മുടി നന്നായി ക്ലെൻസ്ഡ് ആവാനും അതുപോലെ മുടിക്ക് ആ ഒരു ബ്രീത്തിങ് ഈസി ആവാനും മുടിയുടെ ഇഷ്യൂസ് മാറാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നാലാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാമ്പു ആണ്. ഷാമ്പു ചെയ്യേണ്ടത് നമുക്കറിയാലോ, നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ തല കഴുകുകയാണെങ്കിൽ വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും താളികളോ അല്ലെങ്കിൽ താളി ഉണ്ടാക്കിയൊക്കെ ചെയ്യുക. അല്ല നമുക്ക് എണ്ണ തേച്ച് നന്നായിട്ട് മെഴുക്കൊക്കെ തേച്ച് ഇളക്കണം എന്നുണ്ടെങ്കിൽ ഷാമ്പൂസ്. അപ്പം നമുക്ക് ചിലർക്ക് വീട്ടിലുണ്ടാക്കുന്ന പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇല്ല വെച്ചാൽ നമ്മുടെ നിലാസ് ഹെർബ്സിന്റെ ഷാമ്പൂവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാമ്പു നമ്മൾ റെഡിയാക്കാനായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ചൂടുള്ള സീസൺ സമ്മർ സീസണിൽ ഏറ്റവും നല്ലത് നമുക്ക് കറ്റാർവാഴയാണ്. അത് നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും അതേപോലെ നല്ല തണുപ്പ് കിട്ടാനും ഈ സമയത്ത് മുടിക്ക് ഭയങ്കര ഇഷ്യൂസ് കൂടും, കാരണം ചൂടല്ലേ. അപ്പോൾ അത് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ 2 കഷ്ണം കറ്റാർവാഴ എടുത്തിട്ട് അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് കുറച്ച് നേരം ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്, ചാരി വെച്ചായിരുന്നു കേട്ടോ. ഒരു മഞ്ഞ കളറിലൊരു ദ്രാവകം, അത് പോകാൻ വേണ്ടിയിട്ട്. അത് പോയതിന് ശേഷം ഇതുമാതിരി അതിൻ്റെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ചെമ്പരത്തി ആയിരുന്നു. പക്ഷെ ഇവിടെ വീടിൻ്റെ അടുത്ത് പൊട്ടിക്കാൻ പറ്റിയില്ല, വലിയൊരു മരത്തുമ്മ തുഞ്ചത്ത് പോയിട്ട് ചെമ്പരത്തി ഉണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ, പൊട്ടിക്കാൻ പറ്റിയില്ല. ചേട്ടൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഇത് റെഡിയാക്കുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചെമ്പരത്തിയുടെ പൗഡർ ഉണ്ടായിരുന്നു, നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ച പൗഡർ. അപ്പോൾ നമുക്കത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഫ്രഷ് ചെമ്പരത്തിയുടെ ഇലയൊക്കെ എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെമ്പരത്തിയുടെ പൗഡർ, അതായത് ഹിബിക്കസ് പൗഡർ പ്ലസ് നമുക്ക് അംല പൗഡർ, അതായത് നമ്മുടെ ഉണക്കനെല്ലിക്ക പൗഡർ, രണ്ടും കൂടി മിക്സിയിൽ ഈ കറ്റാർവാഴയുടെ ഈ ജെല്ലും കൂടി അരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഒരു ഹോം മെയ്ഡ് ഷാമ്പു. പക്ഷെ ഹോം മെയ്ഡ് ഷാമ്പു ചിലർക്ക് നമുക്ക് ഇങ്ങനെ എത്ര ഹോം മെയ്ഡ് ആയാലും എണ്ണ തേക്കുമ്പോൾ എണ്ണ നന്നായി പോകണമെന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ ഹെർബൽ ഹെയർ ഷാമ്പു ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. വിറ്റമിൻ ഇ, അതുപോലെ തന്നെ ഭൃംഗരാജ്, അതുപോലെ തന്നെ ബ്രഹ്മി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറേയധികം ഹെർബ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ ഷാമ്പു. അത് അത്യാവശ്യം കുറച്ചെടുത്ത് ഞാൻ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷാമ്പു വേണമെങ്കിലും ഈ ഹോം മെയ്ഡ് ഷാമ്പൂവിൽ നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ചെക്ക് ചെയ്താൽ മതി, നിലാസ് കാർട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളം അത്യാവശ്യം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഷാമ്പു, അപ്പോൾ ഹെർബൽ ഷാമ്പു ആയതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും ഒരേപോലെ തേച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഷാമ്പു അങ്ങനെ ആഡ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ ജസ്റ്റ് അങ്ങനെ വേണം എന്നുള്ളവർക്കും കൂടി ഒരു മെത്തേഡ് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ഡെയിലി തല കുളിക്കുന്നവരാണ് അല്ലെങ്കിൽ ഡെയിലി എണ്ണ തേക്കുന്നവരാണെങ്കിൽ വെറുതെ ഷാമ്പു മാത്രം ഇട്ടാൽ മതി. എണ്ണ കംപ്ലീറ്റ് പോകണമെന്നുണ്ടെങ്കിൽ മാത്രം അതിൽ ഷാമ്പു വേറെ സെപ്പറേറ്റ് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നാച്ചുറൽ ഷാമ്പൂസ് തന്നെ കൂടുതൽ ഉപയോഗിക്കാം. പഴുക്കൊക്കെ നല്ലോണം പോവും. അതേപോലെ നമ്മുടെ മുടിക്ക് നല്ലൊരു ലാസ്റ്റ് മുടി നല്ല പട്ട് പോലെ കിടക്കുന്നുണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ
വാഷ് ചെയ്ത് സംഭവം എടുക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നാച്ചുറൽ പരമാവധി എടുക്കുക. അപ്പോൾ ഉണക്കനെല്ലിക്ക ഉണ്ടെങ്കിൽ അത് തലേദിവസം വെള്ളത്തിലിട്ടാൽ നമ്മുടെ അലോവേര ആ ജെല്ലിൻ്റെ കൂടെ അരച്ചെടുത്താലും മതി. നമ്മുടെ വീട്ടിലൊക്കെ ചിലർക്ക് ഉണക്കനെല്ലിക്ക ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പം അങ്ങനെ മതി. ഇനിയിപ്പോൾ അതില്ലാത്തവർക്ക് പൊടി എടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു ഹെയർ വാഷ് റുട്ടീൻ. അടുത്തതെന്ന് പറഞ്ഞാൽ കണ്ടീഷണർ ആണ്. അപ്പോൾ ഷാമ്പു ഉപയോഗിച്ചാൽ മസ്റ്റായിട്ട് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കണം. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഷാമ്പൂസ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടീഷണർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട്. അല്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കണ്ടീഷണർ ആണെങ്കിൽ അതും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് കണ്ടീഷണർ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് നമുക്ക് വേണ്ടത് പെരിഞ്ജീരക പൗഡറാണ്. അതായത് പെരിഞ്ജീരകം പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുഴുവനായിട്ടുള്ളത് എടുക്കാം. പെരിഞ്ജീരകം എടുക്കാം 1 സ്പൂണ്. അപ്പോൾ ഫെന്നൽ സീഡ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചായയിലയാണ്, അതായത് ചായപ്പൊടി നമുക്ക് 2 സ്പൂൺ വേണം. നമുക്ക് ഏത് ചായപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി പിന്നതൊന്നുമില്ല, ഏത് ചായപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഫെന്നൽ സീഡ് പ്ലസ് ടീ പൗഡർ, അതായത് പെരിഞ്ജീരകപ്പൊടി പ്ലസ് നമുക്ക് ചായയില പൗഡർ. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് അതിനെ 1/2 ഗ്ലാസ് ആക്കാം കേട്ടോ. ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളപ്പിച്ചിട്ട് 1/2 ഗ്ലാസ് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ചായയിലാണെങ്കിലും നമ്മുടെ പെരിഞ്ജീരക പൗഡർ ആണെങ്കിലും നന്നായിട്ട് മുടി തിളക്കം കിട്ടാനും മുടി നല്ല കണ്ടീഷണർ ആക്കി ഇരിക്കാനും കണ്ടീഷൻ ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. അത് നമുക്ക് വീട്ടിൽ ചെയ്യുന്ന കണ്ടീഷണറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുറത്തുനിന്ന് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് വരും. അവർക്ക് വേണ്ടിയിട്ടാണ്. ചൂടാറുമ്പോൾ വേണം ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ നിലാസ് ഹെർബ്സിൻ്റെ നമ്മുടെ കണ്ടീഷണർ എടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടീഷണർ കയ്യിലുള്ളത് കൊണ്ടാണ് അത് എടുക്കുന്നത്. അവസാനമാണ് നമ്മുടെ ഈ ഒരു ഡിക്കോഷൻ നമ്മൾ ചായലയുടെ ഈ വെള്ളം നമ്മൾ ഒഴിക്കുന്നുള്ളൂ. ആദ്യം നിലാസ് ഹെർബ്സിൻ്റെ കണ്ടീഷണർ ഇടുന്നുണ്ട് കയ്യിലുള്ളത് കൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, കണ്ടീഷണർ പുറത്തുനിന്ന് മേടിച്ച് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടീഷണർ നല്ലതാണ്. മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ കണ്ടീഷണർ ഞാൻ ജസ്റ്റ് അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി കേട്ടോ. 2 കൂടി ചെയ്യണം നിർബന്ധമില്ല. 2 ചെയ്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതാ ഉള്ളത് വെച്ചാൽ അത് ചെയ്താൽ മതി. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം 1 മിനിറ്റോളം. നമ്മുടെ തലോട്ടിയിലല്ല നമ്മൾ കണ്ടീഷണർ പുറത്തുനിന്ന് മേടിക്കേണ്ടത് ഉപയോഗിക്കുന്നത്. നമ്മൾ ആ ഒരു മുടിയുടെ താഴത്തേക്കാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുക, അതായത് വീട്ടിൽ റെഡിയാക്കുന്ന നമുക്ക് തലോട്ടിയിൽ ഒഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മേടിക്കുന്നതാകുമ്പോൾ എപ്പോഴും നമ്മുടെ മുടിയുടെ ആ ഒരു താഴത്തേക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. പിന്നെ നമ്മൾ അവസാനം മുടി എങ്ങനെയാണ് നമ്മൾ ഉണക്കേണ്ടത്, അതായത് നമ്മൾ ചിലർ നന്നായിട്ട് ഇങ്ങനെ ഹാഷായിട്ട് മുടീനെ നമ്മൾ എന്താ പറയുക, നമ്മുടെ തോർത്തോ അല്ലെങ്കിൽ ടവൽ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പരുക്കനായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യും. അങ്ങനെയല്ലാതെ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ആ ഒരു മുടിയുടെ ഓരോ ഇഴയ്ക്കും പൊട്ടലൊന്നും വരാതെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് അതും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തല നമ്മൾ കഴുകി കഴിഞ്ഞാൽ ഇതുപോലെ നിറം മാത്രം നമ്മളൊന്ന് തോർത്തോ ടവൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തി തുടച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ മുടിയുടെ താഴേക്ക് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് അതായത് ഡാബ് ചെയ്ത് മാത്രമേ നമ്മൾ മുടീനെ ഉണക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഹെയർ ഡ്രയറൊക്കെ പരമാവധി ഒഴിവാക്കുക. ഇതുപോലെ സാധാരണ മാതിരി തന്നെ ഉണങ്ങാൻ അനുവദിക്കുക. ഇപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങാന്ന് പറഞ്ഞാൽ ഉള്ളിൽ കുറച്ച് ഉണക്കം കുറവുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പിന്നെ വീഡിയോ എടുത്തതാണ്. നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കണില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നല്ല തിക്കോട് കൂടിയിട്ട് മുടി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ മുടി നന്നായി ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ മുടി ഇതുപോലെ താഴത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്യുക. ജടയൊന്നും ഉണ്ടാവില്ല, കാരണം നന്നായിട്ട് ആദ്യം തന്നെ ജട തീർത്തത് കൊണ്ട് മുടി നന്നായി ഉണങ്ങിക്കഴിഞ്ഞ് ജട ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് ഇതുപോലെ കോംബ് ചെയ്തെടുക്കാം. നല്ല സിൽക്കി ഷൈനി അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല തിക്കോടുകൂടി മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന റുട്ടീനാണ്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും മുടിയുടെ ഒരു ഷൈനിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫുൾ റുട്ടീൻ. അപ്പോൾ ഇതിൽ സ്റ്റീമിങ് മാത്രം ഇപ്പം ഞാൻ വീക്കിലി വൺസ് ചെയ്യുന്നുണ്ട്. അത് മന്ത്ലി വൺസ് ആയിരുന്നു, പക്ഷെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റുട്ടീൻ. ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് എന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ ഞാൻ ചെയ്യാറില്ല. ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് ഓയിലിംഗ് ചെയ്യണ ദിവസങ്ങളിൽ കംപ്ലീറ്റ് ഈ റുട്ടീൻ ചെയ്യാം. പിന്നെ ഷാമ്പൂസ് ഇടണതും ഇടാണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ്, മുടിക്ക് എന്തായി, മുടി വളർച്ചയുണ്ടോ, അതുപോലെ ഹെൽത്തി ആയിട്ടുണ്ടോ, മുടി നന്നായിട്ട് ഹെൽത്തി ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന റുട്ടീനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.